പേരാവൂരിൽ ആര് വാഴും ആര് വീഴും? രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും മുൻ മന്ത്രി KK ശൈലജയും മത്സരിച്ച പേരാവൂർ കേരള രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് കരുത്തർ പോരാടിയ മണ്ഡലമാണ് പേരാവൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഈ തിരഞ്ഞെടുപ്പിൽ മണ്ഡലം ആരുടെ കൂടെ നിൽക്കും എന്നത് പ്രവചനാതീതമാണ്. UDFിന് വേണ്ടി മത്സരിക്കുന്ന KPCC പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റിൽ മട്ടന്നൂർ MLA ആയ മുൻ മന്ത്രി KK ശൈലജ ടീച്ചർ എത്തിയതോടെയാണ് മത്സരത്തിന്റെ സ്വഭാവം മാറിയത്. ഇരു മുന്നണികളും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെങ്കിലും അടിയൊഴുക്കുകൾ സംഭവിച്ചോ എന്നതിൽ രണ്ട് മുന്നണികൾക്കും ആശങ്കയുണ്ട്. തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ K സുധാകരൻ ഉയർത്തിയ വിവാദങ്ങൾ മണ്ഡലത്തിൽ പ്രതിഫലിക്കുമെന്നാണ് LDF പ്രതീക്ഷിക്കുന്നത്. K സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം നിഷേധിക്കുന്നതിൽ KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫിന് പങ്കുണ്ടെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസുകാർ ആരോപിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കുമെന്ന് കരുതുന്നവരും ഉണ്ട്. SIR വിഷയത്തിന് ശേഷം കേരളത്തിൽ പൊതുവിൽ ഉണ്ടായിരുന്ന ന്യൂനപക്ഷ കേന്ദ്രീകരണം മണ്ഡലത്തിൽ UDFിന് അനുകൂലമാകാൻ സാധ്യതയുണ്ടോ എന്നതാണ് LDFിന്റെ ആശങ്ക. 2021 തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ കേവലം 3272 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് സണ്ണി ജോസഫ് ജയിച്ചു കയറിയത്. ഇത്തവണ അത് 5000-നും 9000-നും ഇടയിൽ ഉണ്ടാകുമെന്നാണ് UDF കേന്ദ്രങ്ങൾ പറയുന്നത്. എന്നാൽ 3000 വോട്ടുകൾക്കെങ്കിലും ശൈലജ ടീച്ചർ വിജയിക്കുമെന്നതാണ് LDFിന്റെ വിലയിരുത്തൽ. അതേസമയം NDAയിലേക്ക് വലിയ രീതിയിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നതും ഇരു വിഭാഗങ്ങൾക്കും ആശങ്കയുണ്ട്. NDA ഘടകകക്ഷിയായ BDJSന് വേണ്ടി പൈലി വാത്തിയാട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് സൈറ്റ്.